ചാപ്റ്റർ ആയിരുന്നു. ആ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച്, ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ രണ്ട് തരം സെല്ലുകളുണ്ട്. അതിൽ ഗാൽവനിക് സെല്ലുണ്ട്, ഇലക്ട്രോലൈറ്റിക് സെല്ലുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഗാൽവനിക് സെല്ലിനെ കുറിച്ച് പഠിച്ചു. ഗാൽവനിക് സെല്ലിലെ എന്തായിരുന്നു ഗാൽവനിക് സെൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സംവിധാനങ്ങളെ വിളിക്കുന്ന പേരായിരുന്നു ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൻ്റെ പടമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ രണ്ട് ബീക്കറിൽ, ഒരു ബീക്കറിൽ ആനോഡും മറ്റേ ബീക്കറിൽ ക്യാഥോഡ് എന്ന് പറയുന്ന രണ്ട് ഇലക്ട്രോഡുകൾ വരച്ചു. രണ്ട് ഇലക്ട്രോഡുകളെ തമ്മിൽ കണക്ട് ചെയ്തൊരു വോൾട്ട് മീറ്റർ ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരു യൂട്യൂബ് സ്ട്രക്ചർ പോലെ ഇരിക്കുന്ന സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ വരച്ചായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഓരോ ഇലക്ട്രോഡിൻ്റെയും റിയാക്ഷൻസ് ഒക്കെ എഴുതി കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയായ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ്. മലയാളത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വൈദ്യുത വിശ്ലേഷണ സെല്ലെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു കറണ്ട് കൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുക. നമ്മുടെ എക്സാമ്പിളായിട്ട് സോഡിയം ക്ലോറൈഡിൻ്റെ ലായനിയിൽ കൂടി, സോഡിയം ക്ലോറൈഡിൻ്റെ ഉരുകിയ സ്റ്റേറ്റിൽ കൂടി നമ്മൾ കറണ്ട് പാസ് ചെയ്തു. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ സോഡിയം മെറ്റലും ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കേട്ടു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് EMF കുറിച്ചാണ്. EMF. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു EMF എന്താണെന്ന് ചെറിയൊരു കാൽക്കുലേഷൻ പറഞ്ഞു. EMF ഈസിക്കൽ ടു എന്താ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു? EMF ഈസിക്കൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ഇക്വേഷൻ പറഞ്ഞു. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന വാക്കൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു അണ്ടർഗോ എനി പർട്ടിക്കുലർ റിയാക്ഷൻ. ഒരു മെറ്റൽ ഇലക്ട്രോഡിന് ഓക്സിഡേഷനോ റിഡക്ഷനോ വിധേയമാകാനുള്ള ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ രണ്ട് വിധമുണ്ട്: ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ മീൻസ് ഗെയിനിങ്, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കാനും മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ, അതാണ് നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. അവരുടെ അളവ്, അവരുടെ സംഖ്യ തുല്യമായിരിക്കും, പക്ഷെ അവരുടെ സൈൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓർമ്മയുണ്ടോ? ഇപ്പോൾ കോപ്പർ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് 0.34 ആണ്. കോപ്പർ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് ഈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് 0.34 ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ മൈനസ് 0.34 ആയി. അതാണ് പറഞ്ഞത്. അപ്പോൾ അതായത് 0.34 കോമൺ ആണ്, ചിഹ്നം അതിൻ്റെ സൈൻ ഡിഫറൻ്റ് ആണ്. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ RP, റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും എന്താണ്? മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ്. മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആണ്, പക്ഷേ സൈനിൽ എന്താണ്? സൈനിൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് EMF കണ്ടുപിടിക്കാനുള്ള പുതിയ ഒരു ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം ഒരു റിയാക്ഷൻ എഴുതും. റിയാക്ഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കോപ്പറിൻ്റെ റിയാക്ഷൻ എഴുതാം. Cu2 plus 2 electron gives C. അപ്പോൾ ഈ ബോർഡിൽ ഞാൻ എടുത്തേക്കുന്ന റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷനാണ് എടുത്തേക്കുന്നത്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ന് വിളിക്കും? റിഡക്ഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ ഇന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. അതിലൊരു പുതിയ രീതിയാണ്. ആ പുതിയ രീതിയെ വിളിക്കുന്ന പേര് നെൻസ്റ്റ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. നെൻസ്റ്റ് ഇക്വേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നെൻസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത
ഈ ഇക്വേഷനിൽ കൂടി നമ്മൾ ഇ എം എഫ് കണ്ടുപിടിക്കുമ്പോൾ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഗണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം വരും. എന്തോ സാർ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ, അതിനകത്ത് നിന്ന് എന്തിനാണ് നമ്മൾ കറണ്ടിനെ അല്ലെങ്കിൽ ഇ എം എഫിനെ പരിഗണിക്കുമ്പോൾ ഇയാളെ കൂടി എന്തിനാണ് പരിഗണിക്കുന്നതിന് സംശയം വരും. അപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ എക്സാമ്പിൾ പറയുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ കാറും ബൈക്കും ഒക്കെ ഉണ്ട്. പുതിയ വണ്ടികളായിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ വീട്ടിൽ മേടിച്ചേക്കുന്നത്. അങ്ങനെ പുതിയ വണ്ടികളൊക്കെ മേടിച്ച് കുറേ കാലം ഓടിച്ചു കഴിയുമ്പോൾ, എസ്പെഷ്യലി ബൈക്കാവുമ്പോൾ കുറേ കാലം ഓടിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം രാവിലെ വണ്ടി ഒന്നും സ്റ്റാർട്ടാവുന്നില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടായി ഹോൺ അടിച്ച സമയത്ത് ആ ഹോണിന് പഴയ തീവ്രത, ഇൻറ്റൻസിറ്റി കിട്ടുന്നില്ല. അല്ലെങ്കിൽ രാത്രിയിൽ വണ്ടി ഓടിച്ച് പോയപ്പോൾ ലൈറ്റിൻ്റെ വെട്ടം അല്പം കുറഞ്ഞതായിട്ടൊരു ഫീലിംഗ്, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വീട്ടിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പറയും ബാറ്ററി ഒന്ന് കൊണ്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്, ചിലപ്പോൾ അതിൻ്റെ ചാർജ് ഒന്ന് കുറഞ്ഞതായിരിക്കും, അതുകൊണ്ട് കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ നമ്മൾ കടയിൽ ചെല്ലുന്നു, ബൈക്കിൻ്റെ ബാറ്ററി മെക്കാനിക്കിനെ കാണിക്കുമ്പോൾ ആ ബാറ്ററിയുടെ ടെക്നീഷ്യൻ എന്ത് ചെയ്യും? ചിലപ്പോൾ അത് തുറന്നിട്ടൊരു ലിക്വിഡ് അതിനകത്തേക്ക് ഒഴുകി നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് അവർ പറയും ഇതിനകത്ത് ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് കുറവായിരുന്നു, അതിപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല, ഓടിച്ചു വെക്കണം പറയും. അങ്ങനെ ഓടിക്കുമ്പോൾ വീണ്ടും പഴയ അതേ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റും സൗണ്ടും ഹോണിന് സൗണ്ടും ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അനുഭവം പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഒരു സൊല്യൂഷനാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചത്. അങ്ങനെ സൊല്യൂഷൻ ഒഴിച്ചപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൊല്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അയോണുകളായിട്ടാണ്. അയോണിനാണ് നമ്മളെപ്പോഴും കോൺസെൻട്രേഷൻ പറയുന്നത്. അയോണിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് ഒഴിച്ച ഇലക്ട്രോലൈറ്റ് ആ ബാറ്ററിയിലേക്ക് ഒഴിച്ചപ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്താണ്? സ്വാഭാവികമായിട്ടും കൂടി കാണും. എല്ലാവർക്കും അറിയാം കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? കൂടി. കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വെളിയിലേക്ക് കിട്ടുന്ന പൊട്ടൻഷ്യലിൻ്റെ അളവ് എന്ത് ചെയ്തു? കൂടി. കേട്ടൊന്നുമില്ല. ഇൻവെർട്ടർ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇൻവെർട്ടർ 1 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മളതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഇലക്ട്രോലൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ് മേടിച്ചുകൊണ്ട് വന്ന് ആ ലെവലിനനുസരിച്ച് ഒഴിച്ചപ്പോഴും ഒരേപോലെ സൂക്ഷിക്കാറുണ്ട്. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റായിട്ടിരിക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും അതിൽ നിന്ന് കിട്ടുന്ന ഇ എം എഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഇക്വേഷൻ്റെ പേര് നെൻസ്റ്റ് ഇക്വേഷൻ എന്നാണ്. എന്താ പേര്? നെൻസ്റ്റ് ഇക്വേഷൻ. ആ നെൻസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വന്നു നമ്മൾ പഠിക്കാനില്ല, അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നോക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ ബാക്കിയുള്ള ഇക്വേഷൻസ് കൊടുത്താൽ. അപ്പോൾ നെൻസ്റ്റ് ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് ഇ സെൽ ഈസ് ഈക്വൽ ടു E0 cell minus RT by NF natural logarithm molar concentration of product by molar concentration of reactant. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ അവ്യക്തമായിരിക്കും. ഇത് പ്രോഡക്റ്റ് എന്നാണ് മേളിൽ, പ്രോഡക്റ്റ് ന്യൂമറേറ്ററിൽ അംശത്തിൽ പ്രോഡക്റ്റും താഴെ റിയാക്റ്റൻ്റ് എന്നാണ്. ബാക്കിയെല്ലാം വിസിബിൾ ആണല്ലോ. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗരിതം ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ്. ഇതാണ് നെൻസ്റ്റ് ഇക്വേഷൻ്റെ ഒരു രൂപം. അപ്പോൾ ഇതിനെ നമ്മൾ കണക്ക് ചെയ്യാനുള്ള രൂപത്തിലേക്ക്, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള രൂപത്തിലേക്ക് ഒന്ന് മാറ്റുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്തമാറ്റിക്സ് പഠിച്ച് നിങ്ങൾക്കറിയാം, നാച്ചുറൽ ലോഗരിതം അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് 10 ബേസ്ഡ് ലോഗരിതം, LOG എന്നാണ് നമ്മൾ ലോഗരിതം എഴുതുന്നത്. 10 ബേസ്ഡ് ലോഗരിതമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ലോഗരിതത്തെ 10 ബേസ്ഡ് ലോഗരിതത്തിലേക്ക് മാറ്റാൻ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം, ഒരു സംഖ്യ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഫോർമാറ്റ് ഞാൻ എഴുതുകയാണ്. അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303. ഇതാണ് ആ സംഖ്യ 2.303 RT ഡിവൈഡഡ് ബൈ NF log molar concentration of product, ഞാൻ ഷോർട്ട് ഫോം PDT എന്ന് എഴുതാണ്, പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ ആൾക്കാർ എന്താ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇ എന്ന വാക്കിന്റെ വേർഡ് പൊട്ടൻഷ്യൽ എന്നാണ്. പൊട്ടൻഷ്യൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പൊട്ടൻഷ്യൽ ഇ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഇതാണ്. ഇവിടെ സെൽ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വായിക്കാം? E സെൽ ഈസ് ഈക്വൽ ടു സെൽ പൊട്ടൻഷ്യൽ എന്ന് വായിക്കാം. എന്താ വായിക്കാം?
സെൽ പൊട്ടൻഷ്യൽ. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ എഴുതിയത്. ഈ ക്ലാസ് തുടങ്ങിയപ്പോഴേ നമ്മൾ എഴുതി. EMF എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചത് ഈ സെല്ലിന് വേണ്ടിയിട്ടാണ്. സെൽ പൊട്ടൻഷ്യൽ അഥവാ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചെറിയ ഇക്വേഷൻ. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ ഇത്, ആനോഡിന്റെ പൊട്ടൻഷ്യൽ കുറച്ചാൽ EMF അഥവാ സെൽ പൊട്ടൻഷ്യൽ കിട്ടും. ഇത് ചെറിയ ഇക്വേഷൻ. ഇന്ന് അതിന്റെ വലിയ ഇക്വേഷനിലേക്ക് നമ്മൾ പോവാണ്. സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 2.303 ആർ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാത്തിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നാണ്. അദ്ദേഹത്തിന്റെ ആറിന്റെ 4 വാല്യൂസ് ഒക്കെ നമ്മളൊന്ന് പഠിച്ചു. 8.314, 0.0821 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ വാല്യൂസിലേക്ക് വരാം. ടി ഇപ്പൊ രണ്ട് ആവശ്യമില്ലല്ലോ, ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം. എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന നമ്പർ ഓഫ് മോൾസ് എന്നായിരിക്കും. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പഠിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്നതിന് പകരം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ആണ് ഓരോ റിയാക്ഷനിലും കൈമാറ്റം ചെയ്യുന്നത് നോക്കിയാൽ മതി. എഫ് പുതിയൊരു കോൺസ്റ്റന്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു നിയമത്തിൽ പഠിക്കും. മൈക്കൽ ഫാരഡേ എന്ന സയന്റിസ്റ്റിനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. ഫാരഡേ കോൺസ്റ്റന്റ് എന്നാണ് എഫിന്റെ പേര്. ഫാരഡേ കോൺസ്റ്റന്റ്. ഓരോ ആൾക്കാരുടെയും പേരിൽ ഫെമിലിയർ അല്ലാത്ത ഇദ്ദേഹം മാത്രമേ കാണൂ. ഫാരഡേ കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു ചെറിയ ജോലികളുണ്ട്. നമ്മൾ ഇതിന്റെ വാല്യൂസ് ഒന്ന് കൊടുക്കാൻ പോകാം. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 ഒരു ന്യൂമറലാണ്. 2.303 ഒരു സംഖ്യയാണ്. ആറിന്റെ വാല്യൂ എല്ലാവർക്കും അറിയാം. 8.314 ഉണ്ട്, 0.0821 ഉണ്ട്. അങ്ങനെ ആറിന്റെ വാല്യൂ നമുക്കറിയാം. ടി ടെമ്പറേച്ചർ നോർമലി നമ്മൾ എടുക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് 290 കെൽവിനാണ്. മൈക്കൽ ഫാരഡേ കോൺസ്റ്റന്റ് 96500 ആണ്. ചില ടെക്സ്റ്റുകളിൽ ആക്ച്വൽ വാല്യൂ 96487 ആണ്. കണക്ക് ചെയ്യാനുള്ളതിന് വേണ്ടി നമ്മൾ 96500 എടുക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ 2.303 ഈ സംഖ്യയാണ്, ഈ ന്യൂമറിലാണ് 2.303. ആറിന്റെ വാല്യൂ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആറിന്റെ വാല്യൂ ഒത്തിരി വാല്യൂസ് ഉണ്ട്. അതിൽ നമ്മൾ ഈ വാല്യൂ 8.314 എന്ന വാല്യൂ നമ്മൾ എടുക്കും. ടിയുടെ വാല്യൂ, ടെമ്പറേച്ചറിന്റെ വാല്യൂ 298 കെൽവിൻ, എഫിന്റെ വാല്യൂ 96500 എടുക്കും. അതായത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ ആറിനും ടിക്കും എഫിനും വാല്യൂസ് ഉണ്ട്. 6 ടി എഫിന് വാല്യൂസ് ഉണ്ട്. അപ്പൊ ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.0591 ബൈ n എന്ന് 0.0591 ബൈ n log molar concentration of product divided by molar concentration of reactant. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ നെക്സ്റ്റ് ഇക്വേഷൻ. E cell is equal to E0 cell minus 0.0591 by N log molar concentration of product by reactant എന്നാണ്. ഇതിലിപ്പോൾ ഒരു ടൈം മാത്രമേ, M is the number of electrons ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ, സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നെക്സ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈ ഇക്വേഷന്റെ പ്രത്യേകത? കഴിഞ്ഞ ദിവസം സാർ EMF is equal to E കാഥോഡ് മൈനസ് E ആനോഡ് എന്ന് പറയുന്ന ചെറിയ ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. ഇന്നും അതേ EMF കണ്ടുപിടിക്കാൻ വേറൊരു വലിയ ഇക്വേഷനുമായിട്ട് വന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത ഇവിടാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ നമ്മൾ കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ മോളാർ കോൺസെൻട്രേഷൻ എന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നെക്സ്റ്റ് ഇക്വേഷന്റെ സിഗ്നിഫിക്കൻസ്. ഈ ഇക്വേഷൻ പോരായിരുന്നോ, എന്തിനാണ് ഈ വലിയ ഇക്വേഷൻ കൂടെ പഠിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത് നെക്സ്റ്റ് ഇക്വേഷന്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ എഴുതാൻ പോവാം. ഈ റിയാക്ഷന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പോവാം. ഈ റിയാക്ഷൻ CO2 + 2 ഇലക്ട്രോൺ, ഇതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി ശ്രദ്ധിച്ചറിയാം, ഇതൊരു സെല്ലല്ല, ഇതൊരു സെല്ലിന്റെ ഹാഫ് സെൽ റിയാക്ഷൻ ആണ്. ഒരു പകുതി മാത്രമേ ഉള്ളൂ. ഒരു സെൽ എന്ന് പറയുമ്പോൾ എത്ര ബീക്കറാണ്? 2 ബീക്കറാണ്. ഒരു ബീക്കറിൽ ഓക്സിഡേഷൻ, മറ്റേ ബീക്കറിൽ റിഡക്ഷൻ. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരൊറ്റ ഹാഫ് റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിംഗിൾ സെല്ലിന്റെ
ഒരു സിംഗിൾ സെല്ലിന്റെ റിയാക്ഷൻ നമ്മൾ എഴുതാൻ പോവാം. നെക്സ്റ്റ് ഇക്വേഷൻ ആണ് E Mn+/m is equal to E0 Mn+/m minus 0.0591 by n log molar concentration of product by molar concentration of reactant. ചില ആൾക്കാർ തോന്നുന്നു സാറേ ഇത് രണ്ട് ഇക്വേഷൻ ആണോ? ഇത് രണ്ടും ഒരു ഇക്വേഷൻ ആണ്. പിന്നെന്താ വ്യത്യാസം? ഈ മോളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഒരു സെല്ലിന് വേണ്ടിയുള്ളതാണ്. ഒരു സെൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു സിങ്ക് കോപ്പർ സെൽ. ഒരു എക്സാമ്പിൾ അങ്ങനെ പഠിച്ചു. സിങ്ക് കോപ്പർ സെല്ലാണ് എക്സാമ്പിൾ പഠിച്ചത്. അപ്പോൾ സിങ്കും വേണം കോപ്പറും വേണം. ആരോടും കാഥോഡും കൂടെ ചേർന്നിരുന്നാലേ അതൊരു സെല്ലാവും. പക്ഷെ ഈ എക്സാമ്പിളിൽ ആര് മാത്രമേ ഉള്ളൂ? കോപ്പർ മാത്രമേ ഉള്ളൂ. കോപ്പർ എന്ന് പറയുന്ന ഒരു കാഥോഡ് മാത്രമേ ഉള്ളൂ. സിംഗിൾ ഇലക്ട്രോഡ് മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ ആൾക്കാർ വരുമ്പോൾ ഉള്ള ഫോർമാറ്റ് ഇങ്ങനെയും ഡബിൾ വരുമ്പോൾ ഉള്ള ഫോർമാറ്റ് ഇങ്ങനെയാണ്. ക്ലിയർ ആയ? ഒരേ ഒരു ഇലക്ട്രോഡ് സിംഗിൾ ഇലക്ട്രോഡിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഈ ലുക്കും രണ്ടുപേര് ചേർന്നിരിക്കുന്ന ഗാൽവനിക് സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഈ താഴെ എഴുതിയിരിക്കുന്ന ഫോർമാറ്റുമാണ്. അപ്പോൾ എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഈ എഴുതിയിരിക്കുന്ന രണ്ട് ഫോർമാറ്റ്, അതായത് ഈ 1, 2, 3, 4 ഈ മൂന്നെണ്ണം സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷനും ഇതൊരെണ്ണം സിംഗിൾ ഇലക്ട്രോഡിന്റെ സിംഗിൾ ഇലക്ട്രോഡ് എന്നാണ്. സെല്ലല്ല, സിംഗിൾ ഇലക്ട്രോഡിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ. സംശയം ദൂരീകരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾ ഒന്ന് കൊടുക്കാം. ഈ Cu2+ എന്ന് പറയുന്ന ആളാണ് ഇത് എം, മെറ്റൽ എം. അപ്പൊ ഈ കിടക്കുന്ന ലുക്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? ഈ Cu2+ bar Cu is equal to E0 Cu2+ bar Cu minus 0.0591 by n. N is the number of electron. 2. Log molar concentration of product ആണ് Cu. Molar concentration of Cu divided by molar concentration of reactant. Reactant നമുക്ക് Cu2+ മാത്രമേ ഉള്ളൂ. റിയാക്ടന്റ് Cu2+. ഓക്കെ. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഈ പോർഷൻ ഒന്ന് ഇറേസ് ചെയ്യാണ്. അപ്പൊ ഈ പോർഷൻ ഇറേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഇക്വേഷൻസ് 1, 2, 3 ഒന്നൊരു പേപ്പറിലേക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതിന്റെ ബാക്കി പറയുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ഒരു പേപ്പറിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂയിലേക്ക് പോകാം. ഈ താഴെ എഴുതിയ പോർഷൻ കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് മോളിലേക്ക് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ആ റിയാക്ഷൻ നമ്മളോട് എഴുതുന്നു. Mn++ electron gives n. അതായത് തൊട്ട് നേരത്തെ നമ്മൾ എഴുതി Cu2+ + 2 electron gives Cu. അപ്പോൾ ഇതൊരു സിംഗിൾ ഇലക്ട്രോഡാണ്. ഇതൊരു സിംഗിൾ ഇലക്ട്രോഡ്. ആ സിംഗിൾ ഇലക്ട്രോഡിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതുന്ന ലുക്കാണ്, ഫോർമാറ്റ് ആണ് പറയുന്നത് E Mn+/m. കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു ഒരു റിയാക്ഷൻ തന്നാൽ ആ റിയാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ആദ്യത്തെയാണ് Mn+ ആരോ മാർക്കിന് പകരം സ്ലാഷ് പിന്നെ പ്രോഡക്റ്റ് m. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോണിന് നമുക്ക് വേണ്ട ഈ Mn+ bar m is equal to E0 Mn+/m minus 0.0591 by n log molar concentration of product ആണ്. പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാം, ഈ സൈഡ് വരുന്നതാണ് m by molar concentration of reactant. റിയാക്ടന്റ് ഈ രണ്ട് പേരുണ്ട്, അത് ഇലക്ട്രോൺസിനെ നമുക്ക് വേണ്ട, ഇയാളെ മാത്രം Mn+. മനസ്സിലായോ? അവിടൊന്നുമില്ലല്ലോ. ഇനി ഒരു കാര്യം നമുക്ക് ഞാൻ ആഡ് ചെയ്യാനുള്ളത്, ഇതൊരു മെറ്റലാണ്, മെറ്റൽ കോപ്പർ, ചാർജ് ഒന്നുമില്ല, ഒരു ആറ്റമാണ്. ഒരു ആറ്റത്തിന്റെ മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എപ്പോഴും 1 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്.
മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? E mn plus slash m is equal to E0 mn plus slash m minus 0.0591 by n. നിങ്ങൾ ശ്രദ്ധിച്ചോ, n എന്ന് പറഞ്ഞാൽ n ആണ്, n ആണ്. n log molar concentration of m metal 1 ആണ്. അപ്പോൾ 1 by molar concentration of mn plus 1. അപ്പോൾ മനസ്സിലായ ആൾക്കാർക്ക് നമുക്ക് എഴുതി നോക്കാം. ഈ റിയാക്ഷൻ, അതായത് ഈ ജനറൽ ഇക്വേഷനെ ബേസ് ചെയ്താണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഈ കോപ്പർ ഇലക്ട്രോണിന്റെ റിയാക്ഷൻ നോക്കുന്ന ഒരു കുട്ടിക്ക് ഇതെങ്ങനെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാൻ പറ്റും? പറഞ്ഞേ, എങ്ങനെയാ പറയുന്നത്? കോപ്പറിന്റെ സിംഗിൾ ഡെൻസ് ഇക്വേഷൻ എഴുതാം. ഇതിന് പോലെ എഴുതാം. ഇവിടെ Cu2+/Cu എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ Cu2+/Cu is equal to E0 Cu2+/Cu minus 0.0591 by n. n is a number of electron. That is 2 log 1 by 1 വരാൻ കാര്യം കോപ്പർ ഒരു മെറ്റൽ ആണ്. ഒരു മെറ്റലിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 ആയിട്ട് അസ്യൂം ചെയ്യും. 1 by Cu2+. ഇതാണ് ഒരു സിംഗിൾ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനകത്ത് നേരത്തെ നിങ്ങൾ ഈ ബോർഡിൽ എഴുതിയ കാര്യം പേപ്പറിലേക്ക് എഴുതാൻ പറഞ്ഞിരുന്നു. ആ എഴുതിയതിനകത്ത് ഒരു സെല്ലിന്റെ ഡെൻസിഫിക്കേഷൻ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സെല്ലിന്റെ ഡെൻസിഫിക്കേഷൻ. അപ്പോൾ ആ സെല്ലിന്റെ ഡെൻസിഫിക്കേഷൻ ഞാൻ ഇതിനോട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതിന്റെ അടിയിലൂടെ എഴുതാൻ പോകണേ. സെല്ലിന്റെ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 cell minus 0.0591 by n log molar concentration of product full എഴുതുന്നില്ല, molar concentration of reactant. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഇത് സിംഗിൾ ഇലക്ട്രോണിനെ സൂചിപ്പിക്കുമ്പോൾ ഇതൊരു സെല്ലിനെ സൂചിപ്പിക്കും. ഇതാണ് ഡെൻസിറ്റി ഇക്വേഷൻ. അപ്പോൾ സെല്ല് വരുമ്പോൾ എക്സാമ്പിൾ എങ്ങനെ എഴുതുന്ന സംശയം വരും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇതിനകത്ത് എഴുതാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്ത് ഡെൻസിറ്റി ഇക്വേഷനെ കുറിച്ചാണ്. ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇക്വേഷൻ ഗീവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽ പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അതാണ് ഇത് പ്രത്യേകത. സെൽ പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഡെൻസിറ്റി ഇക്വേഷൻ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യലും അതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ബന്ധം നമുക്ക് റിവീൽ ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ ഇക്വേഷനും ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ കൂടി നമ്മൾ സെൽ പൊട്ടൻഷ്യലാണ് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കോൺസെൻട്രേഷൻ ഒന്നും വരുന്നില്ല. കാഥോഡിന്റെ പൊട്ടൻഷ്യലിൽ ആനോഡിന്റെ പൊട്ടൻഷ്യൽ കുറച്ച് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇവിടെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ. ഈ ബോർഡിൽ ഏറ്റവും താഴെ ബോക്സിനകത്ത് വരച്ചിട്ടേക്കുന്ന ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് നോക്കുന്നില്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. ജനറൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കുന്ന രണ്ട് ഇക്വേഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസിറ്റി ഇക്വേഷന്റെ കൂടുതൽ എക്സാമ്പിളും ഒരു സെല്ലിന്റെ ഡെൻസിറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.